ബോധം കെട്ടി വീണ് സാറ് വണ്ടി അങ്ങനെ വലിച്ചു പോലെ സാറിന് വളരെ ക്രൂരമായിട്ട് ഒരു കൊലപാതകനെ കൊണ്ടുപോയത് എന്നാൽ സാർ ചെയ്ത് തെറ്റെന്നാണ് സാർ. നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പല പല സംഭവവികാസങ്ങളുണ്ടായി. അദ്ദേഹത്തെ ഉടനടിയിൽ കോടതിയിൽ ഹാജരാക്കുന്നു. അദ്ദേഹം തൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത് കണ്ട് കോടതിയിൽ കുഴഞ്ഞു വീഴുന്നു. അത് ഇന്നലെ മൊത്തം ആ വാർത്ത. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായിട്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരള സമൂഹത്തിൽ. മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരായുള്ള വാർത്തകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ താഴെ വരുന്ന പല കമൻറ്റുകൾ 80% കമൻറ്റുകളും എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തെറ്റായിപ്പോയി, തിടുക്കപ്പെട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് പൊതുജനങ്ങൾ കരുതുന്നത് എന്നാണ് ഈ കമൻറ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ ആകെപ്പാടെ ബോബി ചെമ്മണ്ണൂർ വിരുദ്ധ തരംഗമാണ്. നമ്മളെ വീഡിയോയ്ക്കകത്തും പറഞ്ഞു അദ്ദേഹം പറയുന്ന പല വാചകങ്ങളും വായി കിടക്കുന്ന നാക്ക് ശരിയല്ല എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികൾ അതിന് മുകളിൽ നിൽക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ എന്തുകൊണ്ട് തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തു? ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ ജാമ്യാപേക്ഷ തള്ളി അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോഴും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴും എല്ലാം തന്നെ ആരാധകർ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആരാധകർ ആ വണ്ടി തടയാനൊക്കെ കാണിച്ച ഒരു ഉത്സാഹമുണ്ട്. അതെനിക്ക് തോന്നുന്നു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാം. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു ഒരു സിനിമ കാണുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പം ജയിലിലേക്ക് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ബോധം കെട്ടി വീണ് സാറ് വണ്ടി അങ്ങനെ വലിച്ചു പോലെ സാറിന് വളരെ ക്രൂരമായിട്ട് ഒരു കൊലപാതകനെ കൊണ്ടുപോയത് എന്നാൽ സാർ ചെയ്ത് തെറ്റെന്നാണ് സാറ് കൊണ്ടുപോയത്. കുത്തിപ്പിടിച്ച ഒരു കൊലപാതകനെ കൊണ്ടുപോയത് എന്ത് ചെയ്ത് സാറ്? അദ്ദേഹം ഇത്രമേൽ വലിയ തെറ്റെന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്ത തെറ്റ് മാത്രമാണ് ഇവിടെ വലുത് എന്നാണ് ആരാധകർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആരാധകരും മിക്കവാറും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും പൊതുജനങ്ങളിൽ കൂടുതൽ വരുന്ന കമൻറ്റുകൾ അത് തന്നെയാണ്. അദ്ദേഹമാണോ ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തത്? ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഒരു നടിയെ ആക്ഷേപകരമായ പരാമർശം നടത്തിയതാണോ കേരളത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നി. കാരണം അദ്ദേഹത്തെ ഇത്രമേൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ചിലരുടെ ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഇരുട്ടുമുറിയിൽ അടച്ചു, അദ്ദേഹത്തെ പിടിച്ച് തെള്ളിക്കൊണ്ടാണ് പോലീസുകാർ പോയത്. വേറെ ആരോടും കാണിക്കാത്ത ഒരു അനീതി നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന് കാണിച്ചു എന്ന് ആരാധകർ പറയുന്നുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും സത്യമുണ്ടോ? രാത്രിക്കും പകരം ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരുണ്ടോ ലോകത്ത്? ഈ കേരളത്തിലുണ്ടോ? അത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്. നമുക്ക് ഒരു പ്രതികരണമുണ്ട്. അതിനുശേഷം അതിന് ഞാൻ വിശദീകരിക്കാം. ഡോക്ടർ കാർഡിയോളജിക്ക് ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി എഴുതി വെച്ച റിപ്പോർട്ട് അടക്കം കൊണ്ടുപോയെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. എന്തിനാ ഇയാളെ പൊറുക്കി കൊണ്ടാവേണ്ട ആവശ്യം എന്താ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കോടതി ആയിക്കോട്ടെ, മനുഷ്യന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എന്താ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്താ സമ്മാനം പറയും? ജുഡീഷ്യൽ സമ്മാനം പറയോ? ഇതൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനല്ലേ? സാധാരണക്കാരനാണ് അയാള്. നമ്മൾ നിങ്ങളെമാര് സാധാരണക്കാരനാണോ? അയാളൊരു പ്രസ്ഥാനത്തിന്റെ അധിപനാണ്, സാധാരണക്കാരനല്ല അയാള്. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാരെ ചേർത്ത് വിളിക്കുന്ന, ഒരു ദിവസം കൈക്കൂമ്പിൽ കൊണ്ടെടുക്കുന്ന ഒരു മനുഷ്യനാണ് അയാള്. അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലും ഒപ്പം നിൽക്കണ്ടേ? മുറിയിൽ ലൈറ്റ് ഫാൻ ഇട്ട് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതുപോലും ചെയ്യാതെ പോലീസ് ആ ഇരുട്ട് മുറിയിലിട്ട് ബാക്ക് ഡോർ വഴി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇത് ശരിക്കും പോലീസ് ഗുണ്ടായിസം കാണിച്ചതാണ്. ഇത് ശരിയല്ല, എഗെയിൻസ്റ്റ് ലോ ആണ്. ഒക്കെ ആയിക്കോട്ടെ, ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആളായിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ ചെയ്തത് ശരിയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപം ഉന്നയിച്ച് ചെയ്ത് ഏതെങ്കിലും കാര്യമുണ്ട്? കാരണം മുകേഷിനോടും സിദ്ദിഖിനോടും കാണിച്ച നീതി എന്തുകൊണ്ട് ബോച്ചയോട് കാണിച്ചില്ല എന്ന് ഒരു കൂട്ടർ ചോദിക്കുകയുമ്പോൾ അതിലേതെങ്കിലും സത്യമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സത്യമായിട്ടും സിദ്ദിഖിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, സിദ്ദിഖിനെ പോലുള്ള ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരുന്നു. അതും സിദ്ദിഖ് അങ്ങോട്ട് ചെന്ന് ഹാജരാകുകയായിരുന്നു പോലീസിൻ്റെ അടുത്ത്. അന്നേ നമ്മൾ ചോദ്യം ചെയ്തതാണ്. സിദ്ദിഖിനെ കേരള പോലീസിന് പിടിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, കേരള പോലീസിനെ പോലെ ഏറ്റവും മഹത്തരമായ പോലീസ് സേന. കാരണം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും നല്ലൊരു മികച്ച സേന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള പോലീസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അത്രയ്ക്ക് മികച്ചൊരു സേനയ്ക്ക്
സിദ്ദിഖിനെ കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വളരെ അതിശക്തിപരമായ കാര്യമാണെന്ന് അന്ന് തന്നെ നമ്മൾ പറഞ്ഞു. സിദ്ദിഖിനെ ആരോ എങ്ങനെയോ ഒളിപ്പിച്ചിരിക്കുന്നു, അത് പോലീസിലെ ഉന്നതർക്കറിയാം, രാഷ്ട്രീയ നേതൃത്വത്തിലറിയാം എന്ന് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് ജാമ്യം കിട്ടിയതിന് ശേഷമാണ്, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് സിദ്ദിഖ് പോലീസ് സ്റ്റേഷന് ഹാജരാകുന്നതും അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുന്നതും. അതിലും വലിയ തെറ്റാണ് ബോച്ചെ ചെയ്തത് എന്നുള്ള ചോദ്യശരമായിട്ട് പോലീസ് സേനയ്ക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പായിട്ട് ജനങ്ങൾ ഉന്നയിക്കുന്നു. അതിന് മറുപടിയില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മുകേഷിനെ, ഭരണപക്ഷത്തിലെ ഒരു MLA ആയ മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യം എടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പലപ്പോഴും മാധ്യമങ്ങളെപ്പോലും അറിയിക്കാതെയാണ് പോലീസ് അങ്ങനെ ചെയ്തത്. അപ്പം മുകേഷിനും സിദ്ദിഖിനും കൊടുത്ത സംരക്ഷണം ബോച്ചയ്ക്ക് എന്തുകൊണ്ട് നൽകിയില്ല? ബോച്ചെ ചെയ്ത തെറ്റെന്താണ് എന്ന് പൊതുജനം ചോദ്യം ഉന്നയിക്കുന്നു. ഞാൻ മിനിഞ്ഞാന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിരന്തരമായി പറഞ്ഞേക്കുന്ന കാര്യമുണ്ട്. ഒരു സിനിമാ നടിയോട് അശ്ലീലമായ ബോച്ചയെ കാണിച്ചത് ദ്വയാർത്ഥമായ കലകാര്യങ്ങളും അശ്ലീലമായ പല പരാമർശങ്ങളും ആ നടിയെപ്പറ്റി നേരിട്ടല്ലെങ്കിലും അങ്ങനെ ധ്വനിപ്പിക്കുമാറ് പല പരാമർശങ്ങളും നടത്തി എന്നുള്ളത് അത് തെറ്റ് തന്നെയാണ്. ഒരു കാരണവശാലും ഇന്നലെ എനിക്ക് വന്നേക്കുന്ന ഒരു കമൻ്റാണ് ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ വായി കിടക്കുന്ന നാക്കാണ് പ്രശ്നം, അദ്ദേഹമല്ല എന്ന്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വായി കിടക്കുന്ന നാക്ക് പ്രശ്നമാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്നാണ് ഭൂരിപക്ഷം പേരും കമൻ്റായിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പല ദുരന്തങ്ങളും നടന്ന കൊല്ലങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. അവിടെ എല്ലാം ജനങ്ങൾക്ക് സഹായ സഹകരണമായി എത്തിയ ഒരു വ്യക്തിയാണ് ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ. എത്രയോ വ്യവസായികളുണ്ട്, അവരെയൊന്നും കാണാത്ത ഒരു മനുഷ്യത്വം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലുണ്ട്. ഒരുപക്ഷെ ബിസിനസ് ആയിരിക്കാം, മാർക്കറ്റിംഗ് ആയിരിക്കാം, എന്തു തന്നെ ആയാലും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നിട്ട് തന്നെ ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ നടിയോട് അദ്ദേഹം ഇൻ്റർവ്യൂവിലൊക്കെ നടത്തിയ അശ്ലീല പരാമർശങ്ങളൊന്നും ഞാൻ അനുകൂലിക്കുന്നതേ ഇല്ല, അത് തന്നെ എതിർക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമുണ്ട്, അതൊരിക്കലും പറ്റിക്കൂടാ എന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് ചെയ്തത് നീതിയാണോ എന്നുള്ള ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അല്ലെങ്കിൽ ഭരണകൂടം എടുത്ത നടപടി അതിവേഗത്തിലായിരുന്നു എന്നുള്ള, അതിവേഗം ബഹുദൂരം എന്ന രീതിയിൽ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം പോലും സമർപ്പിക്കാനുള്ള സമയം കൊടുത്തില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന് ചിലരെങ്കിലും കരുതി. അതും പ്രകാരമാണ് ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവുന്നത്. എനിക്ക് തോന്നുന്നു പൊതുവെ മുകേഷിൻ്റെ കാര്യമായാലും സിദ്ദിഖിൻ്റെ കാര്യമായാലും പ്രമുഖരെല്ലാം രണ്ട് ചേരുവയിലായിരുന്നു. ഒരു തരത്തിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത്, സിദ്ദിഖിന് ജാമ്യം എടുക്കണം എന്ന് ഭരണകൂടം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിദ്ദിഖിന് ഇത്രയും സമയം നീട്ടിക്കൊടുത്തത്. പക്ഷെ ബോച്ചയുടെ കാര്യത്തിന് അതില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബോച്ചയെ പോലുള്ള അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഉയരുന്നത് അത് ഞങ്ങൾക്ക് ദോഷമാണെന്ന് ഇവർ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നന്മ പറ്റാത്ത ഒരു മനുഷ്യൻ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, വയനാട് ദുരന്തം വന്നു, അങ്ങനെ പല പല ദുരന്തങ്ങൾ വന്നപ്പോഴും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തി തന്നെയായിരുന്നു ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ. എത്രയോ വ്യവസായികളുണ്ട്, ലോകം അറിയപ്പെടുന്നതും കേരളം അറിയപ്പെടുന്ന എത്രയോ വ്യവസായികളുണ്ട്. അവരിലൊന്നും കാണാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരിൽ ഒരാളാകാനും ബോച്ചെ നടത്തിയ കാര്യങ്ങൾ നമുക്ക് മറന്നുകൂടാ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ അത് ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഈ നടിയെപ്പറ്റി, നടിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ തമ്മിൽ വളരെ സൗഹൃദമാണെന്നു എന്നാണ് പറയുന്നത്. കാരണം പല ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിലും അവരെ ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിയുമ്പോഴും ഇവർ പല ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് ഇവർ ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. എന്തോ ഇവർ തമ്മിലുള്ള ഇതായിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നേക്കുന്ന ബോച്ചയുടെ ചില ഇൻ്റർവ്യൂകളാണ്. ആ ഇൻ്റർവ്യൂവിനകത്ത് ബോച്ചെ പ്രയോഗിക്കുന്ന പല പരാമർശങ്ങളും പ്രതിഷേധാർഹമാണ്. അത് ഒരു കാരണവശാലും ആരോടും കാണിക്കാൻ പാടില്ലാത്തതാണ്. അത് അടിവരയിട്ടാണ് ഞാൻ നിരത്തുന്നത്. പക്ഷേ
അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിടുക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ചോദ്യം. പക്ഷേ ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂരിനെ കയ്യിൽ പണമുണ്ട്, സ്വാധീനമുണ്ട്. അദ്ദേഹം ഹൈക്കോടതിയിൽ പോകും, സുപ്രീം കോടതി പോലെങ്കിലും ജാമ്യം അദ്ദേഹം നേടും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഇത്ര തിടുക്കം വേണ്ടിയിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. മറ്റു പലർക്കും കൊടുത്ത ആ മാന്യത ബോബിക്ക് കൊടുത്തില്ല എന്ന് പൊതുജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ കാര്യമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, പഴയതുപോലൊന്നും അല്ല, അവരെ പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബോബിയോട്, ബോബിയല്ലല്ലോ, ബോച്ചയോട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ ബൈ.